നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനും യുഎസും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുകയാണ്. ടെഹ്റാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള ദീർഘകാല തർക്കം പരിഹരിക്കുന്നതിന് മാർഗനിർദ്ദേശ തത്വങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു ധാരണയിലെത്തിയതായി ഇറാൻ പറഞ്ഞു. എന്നാൽ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അമേരിക്കയും ഇറാനും ചർച്ച തുടരുമ്പോഴും ഇരു രാജ്യങ്ങളും അവരുടെ തുറുപ്പുചീട്ടുകൾ ഇറക്കി പരസ്പരം സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരപ്രദേശത്തോട് തൊട്ടടുത്തെത്തിയതായാണ് റിപ്പോർട്ട്. USS എബ്രഹാം ലിങ്കൺ ഇറാന്റെ പ്രവർത്തന പരിധിക്കുള്ളിലേക്ക് അമേരിക്ക മാറ്റി. 700 മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോൾ അമേരിക്കൻ യുദ്ധസന്നാഹങ്ങളുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു യുദ്ധക്കപ്പൽ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്താനായും അയച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനും തങ്ങളെ മുക്കിക്കളയാനാവില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അതിശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. യഥാർത്ഥ യുദ്ധത്തിലേക്കുള്ള സൂചനയാണോ ഇതെന്ന സംശയത്തോടെയാണ് ഈ നീക്കങ്ങളെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒമാനിൽ നടന്ന US ഇറാൻ മധ്യസ്ഥ ചർച്ചകളിൽ ഒന്നും ക്രിയാത്മകമായ ഒരു പരിഹാരം കാണാൻ സാധിക്കാതെ വന്നതോടെയാണ് യുദ്ധസമാനമായ സാഹചര്യം വീണ്ടും ഉടലെടുക്കുന്നത്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ട്രംപിനെ ഭീഷണിപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. 3 എക്സ് പോസ്റ്റുകളിലായി US സൈന്യത്തിനും ട്രംപിനുമാണ് ഖമനേയിയുടെ ഭീഷണി. ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചയുടെ തുടർച്ചയായാണ് ജനീവയിൽ നടക്കുന്നത്. ഇറാൻ USുമായി കരാറിലെത്താൻ താൽപര്യപ്പെടുന്നുണ്ട് എന്നാണ് ചർച്ചയ്ക്ക് മുൻപായി ട്രംപ് പറഞ്ഞത്. എന്നാൽ നേർവിപരീതമാണ് ഖമനേയിയുടെ നിലപാട്. ട്രംപിന്റെ മുൻ വാക്കുകളെ ആധാരമാക്കിയാണ് ഖമനേയി ട്രംപിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നത്. 47 വർഷമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് US പ്രസിഡന്റ് പറഞ്ഞത്. അത് നല്ലൊരു കുറ്റസമ്മതമാണ് എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കും ഇതിന് സാധിക്കില്ല എന്നാണ് ഒരു പോസ്റ്റ്. US സൈനിക ശക്തിയെ കുറച്ചു കാണിക്കുന്നതാണ് മറ്റൊരു പോസ്റ്റ്. അതിങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം തങ്ങളുടേതെന്ന് US പ്രസിഡന്റ് ആവർത്തിച്ചു പറയുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശേഷിക്കും ചിലപ്പോൾ കഠിനമായ പ്രഹരമേൽക്കാം. അതിനുശേഷം അവർക്ക് വീണ്ടും എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് ഖമനേയിയുടെ വാക്കുകൾ. USന്റെ നാവിക വിന്യാസത്തെ പറ്റിയാണ് ഖമനേയിയുടെ മൂന്നാമത്തെ പോസ്റ്റ്. USന്റെ യുദ്ധക്കപ്പലുകളെ മുക്കാൻ സാധിക്കുന്ന വിധം ആയുധം കയ്യിലുണ്ടെന്ന ധ്വനിയാണ് പോസ്റ്റിലുള്ളത്. ഇറാനിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും യുദ്ധക്കപ്പൽ എന്നത് അപകടകരമായ സൈനിക സന്നാഹം തന്നെയാണ്. യുദ്ധക്കപ്പലിനെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് അതിനേക്കാൾ അപകടകാരി എന്നാണ് ഖമനേയി എഴുതിയിരിക്കുന്നത്. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെ 2 US വിമാനവാഹിനി കപ്പലുകളാണ് US പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം പശ്ചിമേഷ്യയിലെത്തിയ USS എബ്രഹാം ലിങ്കൺ ഇറാന് തൊട്ട് സമീപത്തു തന്നെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ആഴ്ചകൾക്കുള്ളിൽ പശ്ചിമേഷ്യയിലെത്തും. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിനെ ട്രംപ് പശ്ചിമേഷ്യൻ മേഖലയിൽ വിന്യസിച്ചപ്പോൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ താൽക്കാലികമായി അടയ്ക്കുകയാണ് ചെയ്തത്. 1980കൾക്ക് ശേഷം ആദ്യമായാണ് ഇറാൻ ഹോർമൂസ് അടച്ചിടുന്നത്. ചർച്ചകൾ ആരംഭിച്ചതോടെ പ്രധാന അന്താരാഷ്ട്ര ജലപാത അടച്ചുപൂട്ടുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു. തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലേക്ക് ലൈവ് മിസൈലുകൾ വിക്ഷേപിച്ചു. ഗൾഫിൽ നിന്നുള്ള എണ്ണയുടെയും ഗ്യാസിന്റെയും പ്രധാന എക്സിറ്റ് മാർഗമെന്ന നിലയിൽ ഹോർമൂസ് കടലിടുക്കിലെ ഏതൊരു നിയന്ത്രണവും ആഗോള വിപണികളെ, പ്രത്യേകിച്ച് ഏഷ്യയിലെ വിപണികളെ പിടിച്ചുലയ്ക്കും. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ലോകത്തിലെ ഏറ്റവും നിർണായകമായ ചോക്ക് പോയിന്റുകളിൽ ഒന്നാണ് ഹോർമൂസ്. ഒരു കാലത്ത് ചൈനയിൽ നിന്നുള്ള ചരക്കുകളായിരുന്നു ഹോർമൂസിലൂടെ കൂടുതൽ കൊണ്ടുപോയിരുന്നത്. പിന്നീട് മറ്റു പല രാജ്യങ്ങളും ഈ പാത സ്വീകരിച്ചു. നിലവിൽ ക്രൂഡ് ഓയിൽ കൂടുതൽ കൊണ്ടുപോകുന്നത് ഈ പാതയിലൂടെയാണ്. GCCയിലെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡും ഇറാന്റെ ക്രൂഡും പോകുന്നത് ഹോർമൂസിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാത ഇറാൻ അടച്ചാൽ GCC രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകും. ഇത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. കാരണം ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ പ്രധാന ചരക്കുപാതയാണ്. 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇടുങ്ങിയ ഒരു ജലപാതയാണ് ഈ ഹോർമൂസ് ജലപാത. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് കടന്നാൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇറാനും ഒമാനും മാത്രമല്ല, ദുബായ് നഗരവും ഹോർമൂസിൽ നിന്ന് അധികം ദൂരത്തിലല്ല. ഹോർമൂസ് പാത മറികടന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ സൗദി അറേബ്യയിലും UAEയിലും പൈപ്പ് ലൈൻ ഉണ്ടെങ്കിലും ഹോർമൂസ് അടച്ചാൽ പ്രതിസന്ധി ഇരട്ടിയാകും.
അമേരിക്ക ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നതിനാൽ ഇറാൻ ഭാഗികമായി ഹോർമൂസ് പാത അടച്ചിരിക്കുകയാണ്. ഇവിടെ സൈനിക അഭ്യാസം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാത അപ്രതീക്ഷിതമായി അടച്ചത്. ഈ മാസം ആദ്യത്തിൽ അഭ്യാസം നടത്തിയിരുന്നുവെങ്കിലും പാത അടച്ചിരുന്നില്ല. ഇന്നലെ അടച്ചത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പായി വിലയിരുത്തുന്നു. ഇറാൻ അതിർത്തിയോട് ചേർന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും തമ്പടിച്ചിട്ടുണ്ട്. ഏത് സമയവും ഇറാനെ ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ നീക്കം. ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ താവളങ്ങൾ തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വെനസ്വേലയിൽ കടന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്ത പോലെ അമേരിക്കയ്ക്ക് ഇറാനിലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇറാനെതിരായ നീക്കങ്ങൾക്ക് തങ്ങളുടെ ആകാശവും മണ്ണും അനുവദിക്കില്ല എന്ന് ചില GCC രാജ്യങ്ങൾ അമേരിക്കയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ നിയമവശങ്ങൾ അതീവ സങ്കീർണമാണ്. 1959 ഇറാനും 72 ഒമാനും തങ്ങളുടെ സമുദ്രാതിർത്തി 12 നോട്ടിക്കൽ മൈലായി വർദ്ധിപ്പിച്ചു. ഇതോടെ കടലിടുക്ക് പൂർണ്ണമായും ഈ രണ്ട് രാജ്യങ്ങളുടെയും അധീനതയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമങ്ങൾ ഒപ്പുവെക്കാത്ത രാജ്യങ്ങൾക്ക്, ഉദാഹരണത്തിന് അമേരിക്കയ്ക്ക്, ഈ പാതയിലൂടെ കടന്നുപോകാൻ അവകാശമില്ല എന്നാണ് ഇറാന്റെ വാദം. യുദ്ധക്കപ്പലുകൾ കടന്നുപോകാൻ മുൻകൂർ അനുമതി വേണമെന്നും ഇറാൻ നിഷ്കർഷിക്കുന്നു. എന്നാൽ ഈ നിയന്ത്രണങ്ങളെ അമേരിക്ക അംഗീകരിക്കുന്നില്ല. അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ട്രാൻസിറ്റ് പാസേജ്, അതായത് സ്വതന്ത്രമായ സഞ്ചാര അവകാശം തങ്ങൾക്കുണ്ടെന്ന് അമേരിക്ക വാദിക്കുന്നു. ജനീവയിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സ്മാർട്ട് കൺട്രോൾ ഓഫ് ദി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന പേരിൽ ഇറാൻ സൈനികാഭ്യാസം നടത്തുകയാണ്. IRGC കമാൻഡർ ഇൻ ചീഫിന്റെ നേതൃത്വത്തിലാണ് ഈ അഭ്യാസം. സംഘർഷമുണ്ടായാൽ എങ്ങനെ നേരിടണം എന്ന് വിലയിരുത്താനാണ് ഈ നീക്കം. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും സംഭവിക്കുന്നത് ഇതാണ്: ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും. ഊർജത്തെ ആശ്രയിക്കുന്ന വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാകും. കപ്പൽ ഗതാഗതം സ്തംഭിക്കുന്നത് വലിയ ഗതാഗത കുരുക്കിനും ചെലവ് വർദ്ധിക്കുന്നതിനും കാരണമാകും. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് എന്നത് വെറുമൊരു ജലപാതയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി തന്നെയാണ്. അവിടെ നടക്കുന്ന ചെറിയൊരു അനക്കം പോലും പെട്രോൾ പമ്പിലെ വിലയെ വരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. ഇറാന്റെ തീരപ്രദേശത്ത് അമേരിക്ക ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തി തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തിലധികമായി. 2000ങ്ങളുടെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് 2001 RQ-4 ഗ്ലോബൽ ഹോവോക് ഡ്രോണുകൾ സേവനത്തിൽ വന്നതോടെ പേർഷ്യൻ ഗൾഫിലെ നിരീക്ഷണം ശക്തിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇറാൻ തീരത്തുള്ള പ്രത്യേകിച്ചുള്ള ഡ്രോൺ നിരീക്ഷണം 2010ന്റെ തുടക്കത്തോടെയാണ് കൂടുതൽ സജീവമായത്. 20 അമേരിക്കയുടെ RQ-170 സെന്റിനൽ ഡ്രോൺ ഇറാൻ പിടിച്ചെടുത്ത സംഭവം ഈ നിരീക്ഷണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. 2019 ഇറാൻ അമേരിക്കയുടെ RQ-4 ഗ്ലോബൽ ഹോക്ക് ഡ്രോണിനെ വെടിവെച്ചു വീഴ്ത്തിയത് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ സംഘർഷമായിരുന്നു. ഇപ്പോൾ 2026 പേർഷ്യൻ ഗൾഫിലെ ട്രൈറ്റൺ ഡ്രോണുകളുടെ ദൈനംദിന നിരീക്ഷണം തുടരുകയാണ്. നിലവിൽ ടാസ്ക് ഫോഴ്സ് 59 എന്ന പേരിലുള്ള ഒരു പ്രത്യേക വിങ്ങാണ് ഇവിടെ പട്രോളിംഗ് നയിക്കുന്നത്. മുൻപത്തെ പോലെ ഭീമൻ വിമാനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ വെള്ളത്തിന് മുകളിലൂടെയും താഴെയും സഞ്ചരിക്കുന്ന കടൽ ഡ്രോണുകളും നിരീക്ഷണത്തിലുണ്ട്. MQ-8 റീപ്പർ, MQ-4 സിട്രൈറ്റൺ തുടങ്ങിയ ഡ്രോണുകൾ 24 മണിക്കൂറും ആകാശത്തുണ്ട്. MQ-4 സിട്രൈറ്റൺ ഡ്രോണുകൾ ദിവസവും ഇറാൻ തീരത്തോട് ചേർന്ന് പറക്കുന്നുണ്ട്. ഇതേസമയം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയുള്ളതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ആണവ പദ്ധതിയെക്കുറിച്ചാണ് ചർച്ചയെങ്കിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിധി കുറയ്ക്കണമെന്ന ആവശ്യം ഇസ്രയേൽ സമ്മർദ്ദത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇറാൻ. സൈനിക ശക്തി തുറന്നു കാണിച്ച് ഇറാനെ ഭയപ്പെടുത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. പക്ഷേ ആ നയതന്ത്രം പലപ്പോഴും തെറ്റായ കണക്കുകൂട്ടലുകളിലേക്കും തെറ്റിദ്ധാരണകളിലേക്കും വഴിയൊരുക്കിയേക്കാം. കടുത്ത സമ്മർദ്ദത്താൽ ഇറാനും ചിലപ്പോൾ US താവളങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ ഈ നീക്കത്തിനുണ്ടെന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും. മലയാളി വാർത്ത ഇൻസൈഡ്.